മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷം പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മാനവ സൗഹൃദ സദസ്സുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ആ സംഗമങ്ങൾ നടത്തി. സ്വാദിഖ് അലി തങ്ങൾ ആ സംഗമത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതരംഗത്ത് പ്രവർത്തിക്കുന്നവരെ വിളിച്ചുകൂട്ടി. മതമേലധ്യക്ഷന്മാർ, ആചാര്യന്മാർ, ചിന്തകർ, എഴുത്തുകാർ, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും അതിലേക്ക് വിളിച്ചു. എല്ലാവരും സ്വാദിഖ് അലി തങ്ങൾ വിളിച്ചു ചേർത്ത ആ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. അവരെല്ലാവരും വന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എഴുതി അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കപ്പെടേണ്ട വാക്കുകളാണ്. ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി പാണക്കാട് കുടുംബത്തിനോളം നിർണായകമായ തീരുമാനങ്ങളെടുത്ത മറ്റാരും ഉണ്ടാവില്ല എന്ന് അവർ പറയുകയാണ്. പാണക്കാട് കുടുംബം മുന്നിൽ നിന്ന് നയിക്കുന്ന ചില നന്മയുടെ വശങ്ങളുണ്ട്. ആ നന്മയുടെ കൂടെ കേരളം മുഴുവനും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയാണ്. ഈ സമൂഹത്തിനിടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പാണക്കാട് കുടുംബത്തിൻ്റെയും പാണക്കാട്ട് തങ്ങന്മാരുടെയും വാക്കുകളെ കാതോർത്ത് നിൽക്കുന്നവരുണ്ട്. എന്നും സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കരുതലിൻ്റെ വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയും ആ വാക്ക് മാത്രം പറയുകയും ചെയ്തവരാണ് പാണക്കാട് കുടുംബവും പാണക്കാട്ട് തങ്ങന്മാരും. ആ പാണക്കാട്ട് തങ്ങന്മാർക്ക് ഒരു സമൂഹം നൽകിയ അംഗീകാരവും ആ സമൂഹത്തിന് വേണ്ടി അവർ നേടിയെടുത്ത വിശ്വാസ്യതയുമാണ് ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മളെ നാടിനകത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഞാനൊക്കെ ജീവിതത്തിൽ കേട്ട ഒരു അനുഭവമുണ്ട്. ആ നാട്ടിൽ രണ്ടാളുകൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പം ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ചില സമയത്ത് തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്തപ്പോൾ ഒരിക്കലും പാണക്കാട്ട് തങ്ങളുടെ രാഷ്ട്രീയത്തെയും പാണക്കാട് തങ്ങളുടെ മതപരമായിട്ടുള്ള സുന്നി വീക്ഷണത്തെയും ഒക്കെ അംഗീകരിക്കാത്ത ആളുകൾ പോലും പറഞ്ഞ ചില വാക്കുകളുണ്ട്. പാണക്കാട്ടേക്ക് മദ്യത്തിന് വെച്ചാൽ ഞങ്ങളത് കേട്ടുകൊള്ളും, പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ ഞാനത് അനുസരിക്കാം, പാണക്കാട്ടുന്നതിൻ്റെ തീരുമാനം വരട്ടെ. അപ്പം പാണക്കാട്ട് തങ്ങളുടെ രാഷ്ട്രീയത്തെയും പാണക്കാട്ട് തങ്ങളുടെ മതവീക്ഷണത്തെയും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളുമായി പ്രശ്നമുണ്ടാകുമ്പോഴും ഇത് അംഗീകരിക്കാത്ത ആളുകളും പറയുന്നൊരു വാക്കാണിത്. ആ വാക്കിൻ്റെ പ്രത്യേകത എന്താ? അത്രമേൽ സമൂഹത്തിനിടയിൽ വിശ്വാസ്യതയും ഒരു പ്രശ്നങ്ങൾ പറയാനും തീർക്കാനും യോഗ്യതയുമുള്ള ഒരു വല്ലാത്ത കുടുംബമായിട്ടാണ് പാണക്കാട് കുടുംബത്തെ എല്ലാവരും അംഗീകരിക്കുന്നത്. അത് സമൂഹം അവർക്ക് നൽകിയ അംഗീകാരവും സമൂഹം അവർക്ക് നൽകിയിട്ടുള്ളൊരു വിശ്വാസ്യതയുമാണ്. അത് ഏത് കാലത്തും നിലനിർത്തുകയും ഏത് കാലത്തും പാണക്കാട്ട് തങ്ങന്മാർ ഈ സമൂഹത്തിൽ ഏതൊരു പ്രശ്നമുണ്ടാകുമ്പോഴും അതിൻ്റെ മുന്നിൽ നിന്ന് അത് തീർപ്പാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരാണ് പാണക്കാട്ട് തങ്ങന്മാർ. എന്നും എത്രയോ പ്രശ്നങ്ങൾ കേൾക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവർ. പാണക്കാട്ട് ചൊവ്വാഴ്ച ദിവസം നമ്മൾ ചെന്ന് നോക്കിയാൽ അവിടെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടല്ല അവിടെ ഇരിക്കുക. അവിടെ വരുന്നവരിൽ ലീഗുകാരും ലീഗല്ലാത്തവരും ഇസ്ലാം മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരും സമൂഹത്തിൻ്റെ നാനാവിഭാഗം ജനങ്ങളും അവിടെ വരും. ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി, തങ്ങളെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ വേണ്ടി, നിങ്ങൾ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി, നിങ്ങൾ ഞങ്ങളുടെ ആ കാര്യം ഒന്ന് വിജയിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാവണമെന്ന് പറയാൻ വേണ്ടി, അങ്ങനെ വരുന്ന അനേകായിരം മനുഷ്യരുടെ ഒരു ആത്മസംതൃപ്തിയുടെ ഒരു കുടുംബത്തിൻ്റെ പേരാണ് പാണക്കാട് കുടുംബം. ആ കുടുംബത്തിന് ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കോട്ടം തട്ടുമെന്ന് ആരെങ്കിലും മനസ്സിനകത്ത് വിചാരം വെക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്നും അത് ഈ സമൂഹത്തിൽ വിലപ്പോവില്ല എന്നും അങ്ങനെ പറയുന്നവർ വിചാരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ബഹുമാനത്തോടുകൂടി പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു പാണക്കാട്ട് തങ്ങന്മാരെ ആളുകൾ വിശ്വാസത്തിലെടുക്കുമ്പം ഞാൻ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിനും മഹത്വമില്ല, അങ്ങനെ പ്രത്യേകമായ ഒരു കുടുംബവുമില്ല, അങ്ങനെ കുടുംബ മഹിമയുമില്ല എന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രസംഗം നടത്തിയ ആളുകൾ പോലും എത്രമാത്രം അതിൻ്റെ ഗൗരവങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. അത് തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു പാറ്റേണായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് അവസരം കിട്ടിയാലും
ഏതൊരു പോയിന്റ് കിട്ടിയാലും പാണക്കാട്ട് തങ്ങന്മാരെ എങ്ങനെയെങ്കിലും മോശമാക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി മുഖ്യധാര മതസംഘടനകളുടെ സ്റ്റേജുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ ഈ സമൂഹം തിരിച്ചറിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ പ്രസംഗിച്ചാലും എത്രയൊക്കെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും സമൂഹത്തിൻ്റെ ഇടയിൽ ആ കുടുംബത്തിനും പാണക്കാട്ടെ തങ്ങന്മാർക്കുമുള്ള ഒരു മഹത്വവും ആദരവും സ്നേഹവും അത് പറിച്ചു മാറ്റാൻ കഴിയുന്നതല്ല എന്നുള്ളത് ഇത്തരം പ്രഭാഷകന്മാർ ചിന്തിക്കപ്പെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.